നമസ്കാരം ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മഴയെത്തി സ്കൂൾ തുറന്നു വ്രതകാലമായി. അതുകൊണ്ട് ഇനി തിയേറ്ററുകളിൽ തിരക്ക് കുറയും. അതിനാൽ മലയാള സിനിമകൾ ഇനി 2-3 ആഴ്ചത്തേക്ക് കാര്യമായി തിയേറ്ററുകളിൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഈ ആഴ്ച എത്തിയത് 2 ഹോളിവുഡ് സിനിമകളാണ്, ഒപ്പം പേരിനൊരു തമിഴ് ചിത്രവും. Welcome to Baywatch. ഗ്ലാമറും ആക്ഷനും തമാശയുമൊക്കെയായി എത്തിയ ഹോളിവുഡ് ചിത്രമാണ് ബേവാച്ച്. Come on, Pete, make my pecs a little bigger and don't cover up my front bump. You got it. Huge dick. Big dick. ഒരു കാലത്ത് ടെലിവിഷനിൽ പമേല ആൻഡേഴ്സൺ അടക്കമുള്ള താരങ്ങൾ ഹോട്ട് തരംഗമുണ്ടാക്കിയ ബേവാച്ച് പരമ്പരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമ. I'm Matt Brody. I don't have to try out. I've got 2 gold medals. Hey, Matt Brody, yes. ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ട്. We're gonna have to do what Baywatch does best. The truth is, one of you will probably die. ഡ്വേൻ ജോൺസണും സാക് എഫ്രോണുമാണ് ബേവാച്ചിലെ നായകന്മാർ. സേത് ഗൗഡൻ സംവിധാനം ചെയ്തിരിക്കുന്നു. പാരമൗണ്ട് പിക്ചേഴ്സ് ആണ് ബേവാച്ചിന്റെ നിർമ്മാണം. We gotta go undercover. Yeah, undercover. Yeah, a little too undercover. I'm oceanic, mother. Jason Bourne ain't got shit on me. Diana. ഹോളിവുഡിൽ നിന്ന് മറ്റൊരു വമ്പൻ ചിത്രവും ഇന്ത്യയിലെത്തി. DC കോമിക്സിലെ അതിമാനുഷിക കഥാപാത്രം വണ്ടർ വുമൺ അഭ്രപാളിയിലും എത്തിയിരിക്കുന്നു. Just a shield then. Diana. No sharp edges. Be careful of mankind, Diana. പാറ്റി ജെൻകിൻ സംവിധാനം ചെയ്ത സിനിമയിൽ ഇസ്രയേലി സുന്ദരി ഗാൽ ഗാദോത്താണ് നായികയായി എത്തുന്നത്. What is this place? Who are you people? We are the bridge to a greater understanding. ക്രിസ് പൈൻ, റോബിൻ വൈറ്റ്, ഡാനി ഹ്യൂസ്റ്റൺ എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ. To the war. Well, technically the war is that way, but we got to go this way first. 1000 കോടിയോളമാണ് വണ്ടർ വുമന്റെ നിർമ്മാണ ചെലവ്. If you believe that this war should stop, help me stop it right now. പ്രശസ്ത സംവിധായകൻ സാക് സ്നൈഡർ സിനിമയുടെ നിർമ്മാണത്തിലും പങ്കാളിയാണ്. You will soon find out. Wonder Woman. இந்த வீட்டில் கொஞ்சம் வருஷத்துக்கு முன்னாடி வெளிநாட்டிலிருந்து வந்து ஒரு குடும்பம் தங்கியிருந்தது. തമിഴിൽ നിന്ന് ഒരു ചിത്രവും കേരളത്തിൽ റിലീസ് ചെയ്തു. സംഗ്ലി ബംഗ്ലി കഥവ തുറയുന്ന ഹൊറർ കോമഡി ചിത്രം. எல்லாம் நடுங்குது. ஒருத்தன் ஜன்னல் படாரம் சாத்துதுன்றா, ஒருத்தன் பல்பு தானா எரிதுன்றா, ஒருத்தன் கொலுசு சத்தம் கேக்குதுன்றா. அப்போ பூட்டின வீடுதான். இந்த வீட்டை வாங்கி அந்த பால்கனியில உன்னை ராணி மாதிரி நிக்க வச்சு உன்னை டாடா காட்ட வைக்கிறனா இல்லையா பாரு. ഫോക്സ് സ്റ്റാർ സ്റ്റുഡിയോസും ആഡ്ലിയും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം. நானும் இந்த வீட்டுக்கு ஓனர் தான். Porota. ஒரு வீட்டுக்கு எப்படிங்க 2 ஓனர்? வீடு பெருசாதான் இருக்கு. எல்லாரும் ஒரு பக்கமா போய் தங்குங்க. ഐക് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജീവ നായക വേഷത്തിലും ശ്രീദിവ്യ നായികാ വേഷത്തിലും എത്തിയിരിക്കുന്നു. சரி விடு, நான் பாக்குறேன். என் குரலை நானே கிண்டி எப்படி பயந்து போறேன் தெரியுமா? அப்படின்னா 20 வருஷமா என் நிலைமையை நினைச்சு பாரு. வீட்ல நீ சொல்ற மாதிரி இருந்தா அதை காட்டணும்ல. இந்த காட்டிருச்சு. அந்த வீட்டுக்கு போனா உயிர் பலி கூட நடக்கும்னு சொன்னாங்க. எங்க அப்பா சொல்லியிருக்கு, பேய்க்கெல்லாம் செருப்பை பார்த்தா பயம், நெருப்பை பார்த்தா பயம்னு. என்னது? பேய்க்கெல்லாம் செருப்பை பார்த்தா பயம், நெருப்பை பார்த்தா பயமா? நீங்க சொல்றது
சொல்றதெல்லாம் பார்க்கும்போது இது ஏதோ ஸ்பிரிட்டோட வேலைன்னு நினைக்கிறேன். சரியா போச்சு. நான் கூட ஏதோ பேயோட வேலையாட்டா இருக்கும்னு நினைச்சேன். அச்சா உட்காருப்பா. ஸ்பிரிட்னாலும் பேய் தான். ஒருவேளை ഇംഗ്ലീഷ് പേയാ இருக்குമോ? അങ്ങനെ റിലീസ് സിനിമകൾ കണ്ടു. ഇനി മലയാളത്തിൽ വരാനിരിക്കുന്ന ആഴ്ചകളിൽ പ്രതീക്ഷിക്കുന്ന സിനിമകളുടെ ഒരു ടീസർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രം. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വീണ്ടും ഫഹദ് ഫാസിൽ നായക വേഷത്തിലെത്തുന്നു. സുരാജ് വെഞ്ഞാറമൂടാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സിനിമയുടെ മറ്റൊരു പ്രത്യേകത, ക്യാമറാമാനും സംവിധായകനുമൊക്കെയായ രാജീവ് രവി വീണ്ടും ക്യാമറാമാൻ വേഷത്തിലേക്ക് ഈ സിനിമയിലൂടെ എത്തുകയാണ്. വൈകാതെ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് ചിത്രം. ചെറിയൊരു ടീസറാണ് ഇറങ്ങിയിരിക്കുന്നത്. കാണാം. നിങ്ങൾ വൈക്കത്തിനടുത്തല്ലേ? ഞാനവിടെ അഷ്ടമിക്ക് വന്നിട്ടുണ്ട്. ആണോ? എന്തിന്? മറ്റൊരു ശ്രദ്ധേയ ടീസർ മറ്റൊരു ഭാഷയിൽ നിന്നാണ്. തെലുങ്കിൽ നിന്നും AR മുരുകദാസിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന സ്പൈഡർ എന്ന ചിത്രം. മഹേഷ് ബാബുവാണ് ചിത്രത്തിൽ നായക വേഷത്തിൽ. തെലുങ്കിലും തമിഴിലും ഒരേ സമയം സിനിമ റിലീസ് ചെയ്യും. സെപ്റ്റംബറിലാണ് ചിത്രത്തിൻ്റെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. ഒരു സ്പൈ കഥയാണ് ഈ ചിത്രം പറയുന്നത്. VFXന് ഒരുപാട് സാധ്യതകൾ ഉള്ള ചിത്രമാണ് സ്പൈഡർ. ഗൗതം മേനോൻ ചിത്രത്തിലൂടെ തമിഴിലും നായികയായി അരങ്ങേറിയ മഞ്ജിമ മോഹൻ വീണ്ടും ഒരു തമിഴ് ചിത്രത്തിൽ നായികയായി എത്തുകയാണ്. വിക്രം പ്രഭുവാണ് സത്രിയാൻ എന്ന ഈ സിനിമയിലെ നായകൻ. നമ്മൾ പോறது ഒരു വഴി പാത. திரும்ப நினைச்சாலும் சரி, திருந்த நினைச்சாலும் சரி, அன்னையோட பயணம் முடிஞ்சிரும். വാഗ, വീരശിവജി തുടങ്ങിയ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ തകർന്നതോടെ നിരാശയിലാണ് വിക്രം പ്രഭു. വീണ്ടും കളപിടിക്കാനുള്ള ശ്രമവുമായി സത്രിയാൻ എത്തുന്നു. SR പ്രഭാകരൻ സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലറിൽ ഗുണ എന്ന കഥാപാത്രത്തെയാണ് വിക്രം പ്രഭു അവതരിപ്പിക്കുന്നത്. திருச்சி மாநகரத்திலே மிகப்பெரிய ரவுடி எங்க மாமா தான் அவர். உன்னை பார்த்தாலும் பெரிய ஆள் மாதிரி தான் இருக்கு. ട്രിച്ചിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിന്റെ സിനിമാവിഷ്കാരമാണ് സത്രിയാൻ. மிச்சம் இருக்கிற ஏதோ ஒண்ணு உன் பின்னாலே துரத்தி உன்னை ஒண்ணும் இல்லாம பண்ணிட்டா. ഈ ചിത്രത്തിലൂടെ മലയാളി താരം മഞ്ജിമ മോഹൻ വീണ്ടും തമിഴിൽ നായികയാകുന്നു. കവിൻ, ഐശ്വര്യ ദത്ത എന്നിവരാണ് സത്രിയാനിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. യുവൻ ശങ്കർ രാജ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച സത്രിയാൻ തിയേറ്ററുകളിലെത്തും. അടുത്തയാഴ്ച തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുന്ന ഹോളിവുഡ് ബിഗ് റിലീസാണ് ദ മമ്മി. ടോം ക്രൂസ് നായക വേഷത്തിലെത്തുന്ന സിനിമ സംവിധാനം ചെയ്ത് അലക്സ് ഗേർട്സ്മാനാണ്. ചിത്രത്തിൻ്റെ റിലീസിന് മുന്നോടിയായി ഇന്റർനാഷണൽ ട്രെയിലർ എന്ന പേരിൽ ഏറ്റവും പുതിയ ദൃശ്യങ്ങളുമായി ട്രെയിലർ എത്തിയിട്ടുണ്ട്. കാണാം. Welcome to a new world of gods. My chosen. We built a whole town in Namibia and then blew the whole town up. Oh no, we're gonna die! We've got a zero-G shoot in France.
want to take them on a journey, and it's visually just spectacular. People are going to really love it. Get ready for a big old ride. It's going to be a huge ride. മറ്റു സിനിമാ കാഴ്ചകൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.